നഗരത്തിലെ മലിനജലം ഒഴുകിയെത്തുന്നതിനാൽ കാസർഗോഡ് കറന്തക്കാട് 8 ഏക്കറോളം കൃഷിഭൂമി കാട് കയറി നശിക്കുകയാണ്. കറന്തക്കാട്ടെ വിത്തുൽപാദന കേന്ദ്രത്തിന് കീഴിലെ ഭൂമിയാണ് ഇങ്ങനെ വിളയിറക്കാനാവാതെ കിടക്കുന്നത്. വയലിൽ ഇറങ്ങുന്ന തൊഴിലാളികൾക്കാവട്ടെ ത്വക്ക് രോഗങ്ങൾ പിടിപെടുമ്പോൾ നഗരസഭയ്ക്ക് നൽകിയ പരാതിയിൽ ഇതുവരെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ ആരോപണം. രണ്ടു വർഷം മുൻപ് വരെ നെല്ലും ഇടവിള കൃഷിയും ചെയ്തിരുന്ന വയലാണിത്. നഗരത്തിലെ മലിനജലം ഒഴുക്കിവിടുന്ന ഡ്രെയിനേജ് ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇത് തകർന്ന് മനുഷ്യവിസർജ്യം ഉൾപ്പെടെ കൃഷിയിടത്തിലേക്ക് ഒഴുകിയതോടെയാണ് കൃഷി നിലച്ചത്. കനാലിൽ കൂടെ നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ കൂടെ ഈ മലിനജലമാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ ഈ മലിനജലം പോകുന്നതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ബ്ലോക്കിലേക്ക് വെള്ളം എത്തിക്കാനോ നമുക്ക് കൃഷി എടുക്കാനോ പറ്റാത്തൊരു സ്ഥിതിയായിട്ട് വന്നിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 8 ഏക്കറോളം നെൽകൃഷിയാണ് നമുക്ക് ഈ 1-2 വർഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സ്ഥിതി വരുന്നത്. അപ്പം നമുക്കിപ്പം ഈ ഒരു ഏപ്രിൽ മാസത്തിലെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ട് ഒരു ഡ്രെയിനേജ് നമുക്കത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തെ 1-ാം വിള പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്നുള്ളതാണ് വസ്തുത. കൃഷിയിടത്തിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്ന കനാലിലേക്ക് മാലിന്യം എത്തിയതോടെ സമീപ പ്രദേശത്തെ വയലുകളും കൃഷിയോഗ്യമല്ലാതായി. കാർഷിക വൃത്തിക്കായി എത്തുന്ന തൊഴിലാളികൾക്കിടയിൽ ത്വക്ക് രോഗങ്ങളും വ്യാപകമാവുന്നു. 8 ഏക്കറോളം സ്ഥലമാണ് നമ്മളിതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത്. വെറും ചളിയെല്ലാമായിട്ട് നമുക്കിൽ പണിയെടുക്കാൻ കഴിയുന്നില്ല. വെറും വേസ്റ്റ് വന്നിട്ട് നമ്മളെ 3 വള കൃഷി ചെയ്യുന്ന പാടാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട്. 2 നെൽകൃഷിയും ഒരു പച്ചക്കറിയും ആണ് നമുക്കിപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അപ്പം നമുക്ക് കാലിനും ചൊറിയും അതും ഇതെല്ലാം ആയതുകൊണ്ട് നമുക്കിൽ ഇറങ്ങാനേ പറ്റുന്നില്ല. 24 തൊഴിലാളികൾക്കും എപ്പോഴും ഈ കാലിനുള്ള അസുഖവും എല്ലാം ഈ കണ്ടത്തിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അലർജിയും അതുമായിട്ട് നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം മരുന്നിനായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. വിഷയം മന്ത്രിമാരുടെയും നഗരസഭാ അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അടുത്ത മാസത്തിനകം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിത്തിറക്കാനാകാതെ 8 ഏക്കറോളം ഭൂമി കാടുകയറി നശിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് മലയാളം, കാസർഗോഡ്.